തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആത്മപരിശോധന നടത്താൻ സിപിഐഎം. സംസ്ഥാന സർക്കാരിലും പ്രവർത്തനങ്ങളിലും മാറ്റമെന്ന് സൂചിപ്പിച്ച് സീതാറാം യെച്ചൂരി. പരാജയ കാരണം തിരിച്ചറിഞ്ഞെന്നും തിരുത്തുമെന്നും യെച്ചൂരി. I told you these have to be tackled. That will be done by the next state committee. That is, I am asking, you have already identified the area or you are still in that process to identify the various areas? No, we've identified. Hang on. ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയമെന്ന പോലീസ് എഫ്ഐആർ. വിവാഹേതര ബന്ധം സംശയിച്ച് കലയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ച്. ഭർത്താവ് അനിൽകുമാർ ഒന്നാം പ്രതി. പ്രതികളുടെ വൈദ്യപരിശോധന നടത്തി. പ്രതികളെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട് കോടതി. 4 പ്രതികൾക്കും കൊലപാതകത്തിൽ പങ്കെന്ന റിമാൻഡ് റിപ്പോർട്ട്. മാന്നാർ കൊലപാതകത്തിൽ സാക്ഷിമൊഴി പുറത്ത്. കലയെ കൊലപ്പെടുത്തിയെന്ന് അനിൽകുമാർ പറഞ്ഞതായി മുഖ്യസാക്ഷി സുരേഷ്. അബദ്ധത്തിൽ കല കൊല്ലപ്പെട്ടതാണെന്നും സുരേഷ് പറഞ്ഞു. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് അനിൽ അഭ്യർത്ഥിച്ചു. കൊലപാതകത്തിന് കൂട്ടുനിൽക്കാനാവില്ലെന്ന് അറിയിച്ച് മടങ്ങിയെന്നും സുരേഷിന്റെ മൊഴി. ഹാഥ്രസ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അപകട കാരണം സംഘാടനത്തിലെ വീഴ്ച. അപകടമുണ്ടായത് മറച്ചുവെക്കുവാനും ശ്രമമുണ്ടായെന്ന് യോഗി ആദിത്യനാഥ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സർക്കാർ ധനസഹായം. ഹാത്രസിലെ ചടങ്ങിന് നേതൃത്വം നൽകിയ ഭോലെ ബാബയുടെ പേരില്ലാതെ പോലീസ് എഫ്ഐആർ. അപകടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. ഭോലെ ബാബയെ തേടി UP പോലീസ്. JMM നേതാവ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകും. നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ രാജിവെച്ചു. ഇന്ത്യ സഖ്യകക്ഷി യോഗത്തിൽ ഹേമന്ത് സോറനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രി പദത്തിന് അവകാശമുന്നയിച്ച ഹേമന്ത് സോറൻ ഗവർണറെ കണ്ടു. വന്നിരിക്കുന്നത് 20 കൊല്ലം തുടരാനെന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി. ചിലർ ജനവിധി അംഗീകരിക്കാൻ തയ്യാറല്ല. NDAയുടെ വൻ വിജയത്തെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമം. ഭരണഘടനാ സർക്കാരിന് ദീപസ്തംഭമെന്നും നരേന്ദ്രമോദി. നീറ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ SFI. ജൂലൈ 4-ന് SFIയുടെ രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം. നീറ്റിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ കത്ത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് നടൻ വിജയ്. നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം. നീറ്റ് വിദ്യാർത്ഥി വിരുദ്ധം. പിന്നാക്കക്കാർക്കും പാവപ്പെട്ടവർക്കും എതിരെന്നും നടൻ. ജനങ്ങളുടെ വികാരത്തെ മാനിക്കണം. പരീക്ഷയ്ക്കെതിരെ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും വിജയ്. വിമർശനം പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പരിപാടിയിൽ. തിരുവല്ല നഗരസഭാ ജീവനക്കാരുടെ റീൽസ് ചിത്രീകരണത്തിൽ നടപടിയുണ്ടാകില്ല. അവധി ദിനത്തിലെ പ്രവൃത്തിയിൽ ശിക്ഷാ നടപടിയുണ്ടാകില്ലെന്ന് മന്ത്രി MB രാജേഷ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കാത്ത സർഗാത്മക സാംസ്കാരിക പ്രവർത്തനത്തിന് സർക്കാരിന്റെ പിന്തുണയെന്നും മന്ത്രി.
അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിൽ NHAയ്ക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജനങ്ങളുടെ ജീവന് വില നൽകണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ താക്കീത്. വിമർശനത്തിന് പിന്നാലെ തുറവൂരിൽ റോഡ് നിർമ്മാണം തകൃതി. പട്ടയ കേസ് അന്വേഷണത്തിന് സ്പെഷ്യൽ ടീം. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. IG K സേതുരാമൻ നേതൃത്വം നൽകുന്ന സംഘത്തിൽ മുൻ കളക്ടർ H ദിനേശ്. പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രതികരിച്ച മന്ത്രി V ശിവൻകുട്ടി. സജി ചെറിയാന് ശുദ്ധ മനസ്സ്, പറഞ്ഞത് സത്യമല്ല, നേരത്തെയും പലതും പറഞ്ഞ് കുഴപ്പത്തിലായി, തിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്തെ അധ്യാപകർക്ക് AI പരിശീലനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ക്ലസ്റ്റർ യോഗത്തിൽ അധ്യാപകർ പങ്കെടുത്തേ പറ്റൂ. രക്ഷിതാക്കൾക്ക് വേണ്ടിയും പുസ്തകം തയ്യാറാക്കുമെന്ന് മന്ത്രി. സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത്. കായികമേള ഒക്ടോബർ 18 മുതൽ എറണാകുളത്ത്. ഇനി മുതൽ 4 വർഷത്തിലൊരിക്കൽ സ്കൂൾ ഒളിമ്പിക്സ്. CPM കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരിയെ അധിക്ഷേപിച്ചെന്ന് വാർത്ത തള്ളി LDF കൺവീനർ EP ജയരാജൻ. വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സീതാറാം യെച്ചൂരി. AKG സെന്റർ ആക്രമണത്തിലൂടെ K സുധാകരൻ ശ്രമിച്ചത് കലാപം ഉണ്ടാക്കാനെന്ന് EP ജയരാജൻ. പ്രതി സുഹൈൽ ഷാജഹാൻ തന്നെയാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ചതെന്നും EP. കണ്ണൂരിൽ പോലീസുകാരൻ ഓടിച്ച കാറിടിച്ച് വഴിയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ കളക്ടർ B ബീന. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ CPO ലിതേഷ് കാർ ഓടിച്ചത് അമിത വേഗതയിലെന്ന ദൃശ്യങ്ങളിൽ. ക്രൈസ്തവ സമൂഹം വലിയ വിവേചനം നേരിടുന്നുവെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. വിവേചനത്തിലെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം. ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ബിഷപ്പ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാണസി കാപ്പന് തിരിച്ചടി. കേസിലെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി ഹൈക്കോടതി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഓഹരി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 3.25 കോടി തട്ടിയെടുത്തെന്നാരോപിച്ച് മുംബൈ വ്യവസായി നൽകിയ പരാതിയിലാണ് കേസ്. പാർട്ടി പറഞ്ഞാൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് K സുരേന്ദ്രൻ. വയനാട് ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം പ്രകടിപ്പിക്കും. രാഹുൽ ഗാന്ധി വയനാട് തന്റെ കുടുംബമാണെന്ന് പറഞ്ഞത് കുടുംബക്കാരെ മത്സരിപ്പിക്കാനാണെന്നും സുരേന്ദ്രൻ. മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സിനിമാ നിർമ്മാതാക്കൾ. അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്കയ്ക്ക് കത്ത്. അഭിനേതാക്കളോട് മോശം ചോദ്യങ്ങൾ ചോദിക്കുന്നതും മരണസ്ഥലത്ത് ക്യാമറകളുമായി പിന്തുടരുന്നതും ചൂണ്ടിക്കാണിച്ച നിർമ്മാതാക്കൾ നാളെ നടക്കുന്ന ഫെഫ്കയ്ക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യും. എറണാകുളം ആലുവയിൽ വിവാഹം മുടക്കിയ
മുടക്കിയെന്ന് ആരോപിച്ച് മർദ്ദനം. കുട്ടമശ്ശേരി സ്വദേശി സലാമിനെ മർദ്ദിച്ചത് സഹോദരനും കുടുംബവും. മർദ്ദിച്ചത് സഹോദരന്റെ മകന്റെ വിവാഹം മുടക്കിയെന്ന് ആരോപിച്ച്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ കേസ്. യൂസ്ഡ് കാർ ഷോറൂമുകളിൽ ED പരിശോധന. സൗബിന് പങ്കാളിത്തമുള്ള സ്ഥാപനത്തിലാണ് പരിശോധന നടത്തുന്നത്. സ്ഥാപന ഉടമ മുജീബ് റഹ്മാനെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു. രണ്ടാമതും ഡെങ്കിപ്പനി വന്നാൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 5% പേർക്ക് തീവ്രമാകാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൃത്യമായി ഡ്രൈ ഡേ ആചരിക്കണമെന്നും മന്ത്രി. അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരം. നിരീക്ഷണത്തിൽ കഴിയുന്നത് തിക്കോടി പഞ്ചായത്തിലെ കുളത്തിൽ കുളിച്ച 2 കുട്ടികൾ. 2 ദിവസത്തിനകം ഇവരുടെ പരിശോധനാ ഫലം ലഭിക്കും. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഫറോക്ക് സ്വദേശിയായ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വേളാങ്കണ്ണിയിൽ മലയാളി ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. തൃശൂർ കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശികളായ ആൻഡുവും ജിസുമ ആണ് മരിച്ചത്. കഴിഞ്ഞ മാസം 23 മുതൽ ഇരുവരെയും കാണാനില്ലെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് വാട്സാപ്പ് സന്ദേശം അയച്ച ശേഷമാണ് ഇരുവരും നാടുവിട്ടത്. എൻഡോസൾഫാൻ മെഡിക്കൽ ബോർഡ് ക്യാമ്പിൽ 1031 പേരെ കൂടി പങ്കെടുപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതബാധിതർക്കുള്ള ചികിത്സാ തുക കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകും. ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുവാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മോഡലിൽ സ്കൂൾ കായികമേള നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷത്തെ കായികമേള നടക്കുക ഒക്ടോബർ 18 മുതൽ 22 വരെ എറണാകുളത്ത് വെച്ച്. സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കും. പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും ഈ വർഷം കലോത്സവമെന്നും മന്ത്രി. ഇത്തവണ തദ്ദേശീയ ജനതയുടെ കലയും മത്സര ഇനമാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. ദേശീയപാത 66 കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 17 ഇടങ്ങളിലായി പദ്ധതി വേഗത്തിൽ പുരോഗമിക്കുന്നു. റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ പ്രത്യേക പ്രൊജക്ട് ഡയറക്ടറെ ചുമതലപ്പെടുത്തുമെന്നും മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ SFI പ്രവർത്തകർ KSU ജില്ലാ ഭാരവാഹിയെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചതായി പരാതി. അന്വേഷിക്കാൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി വൈസ് ചാൻസലർ. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച ചാണ്ടിയുമ്മൻ, M. വിൻസെന്റ് MLA മാർക്കെതിരെ കേസ്. പോലീസുകാരന് നേർക്ക് കല്ലെറിഞ്ഞെന്ന് FIR. ഇനി മുതൽ ശനിയാഴ്ചകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പിലാക്കുമെന്ന് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പൂർത്തിയാക്കാനാണ് പുത്തൻ തീരുമാനം. 30 RT ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത് 3000-ഓളം അപേക്ഷകൾ. ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമാണ് പുതിയ നീക്കം. 40 ടെസ്റ്റുകൾ അധികം നടത്തുവാൻ നിർദ്ദേശം. ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ മാറ്റം വരുത്തുവാനും നീക്കം. സംസ്ഥാനത്ത് സാമൂഹിക
ആരോഗ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചു. മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 24 വരെ. ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുന്നതിന് തെളിവ് നൽകിയില്ലെങ്കിൽ പെൻഷൻ തുടർന്ന് ലഭിക്കില്ല. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമായി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വരെയുള്ള നീളുന്ന പാത 2026 മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 11.2 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 11 സ്റ്റേഷനുകൾ ഉണ്ടാകും. പെരിയാർ മലിനീകരണത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഏലൂരിൽ എന്തുകൊണ്ട് ആരോഗ്യ സർവേ നടത്തുന്നില്ല എന്ന് വിമർശനം. വീണ്ടും ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നും കോടതി. പെരിയാർ തീരത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകണം. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനും സർക്കാരിന് നിർദ്ദേശം. കുണ്ടന്നൂർ കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വെള്ളത്തിൽ മാരക വിഷപദാർത്ഥങ്ങൾ, നാഫ്തലിൻ, ഫ്ലൂറിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ കണ്ടെത്തൽ കുസാറ്റ് നടത്തിയ പരിശോധന. ആലുവ പറവൂർ കവലയ്ക്ക് സമീപം അജ്ഞാതനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതിൽ പ്രതി ഏഴിക്കര സ്വദേശി ശ്രീകുമാർ പിടിയിൽ. കൊലപാതകം നടന്നത് തലശ്ശേരി കിച്ചൺ ഹോട്ടലിന് സമീപം. 70 വയസ്സ് പ്രായം തോന്നിക്കുന്നയാളാണ് കൊല്ലപ്പെട്ടത്. കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോൾ ഉണ്ടായ വഴക്കിനെ തുടർന്ന് കത്രിക കൊണ്ട് കുത്തുകയായിരുന്നു. മദ്യലഹരിയിൽ മാതാപിതാക്കൾക്ക് മകന്റെ ക്രൂരമർദ്ദനം. തൃശൂർ ചാലക്കുടി എലഞ്ചിപ്ര സ്വദേശി പുഷ്പനും ഭാര്യ ശോഭയ്ക്കുമാണ് മകൻ പ്രതീഷിന്റെ മർദ്ദനമേറ്റത്. കുടുംബ വഴക്കിനെ തുടർന്ന് പുഷ്പനെ കമ്പിപ്പാറ കൊണ്ട് കുത്തുകയും ശോഭയെ മകൻ മർദ്ദിച്ച് അവശയാക്കുകയുമായിരുന്നു. പരിക്കേറ്റ മാതാപിതാക്കൾ ആശുപത്രിയിലാണ്. പ്രതീഷ് പോലീസ് കസ്റ്റഡി. ഇരിട്ടി പടിയൂർ പൂവമ്പുഴയിൽ കാണാതായ 2 വിദ്യാർത്ഥിനികൾക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പകൽ മുഴുവൻ നടത്തിയ തിരച്ചിലിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല. നാളെ രാവിലെ 6 മണിക്ക് തെരച്ചിൽ തുടരും. ചെന്നൈയിൽ നിന്നുള്ള 30-അംഗ NDRF സംഘം അപകട സ്ഥലത്തെത്തി. ഇന്നലെ വൈകിട്ട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് എടയന്നൂർ സ്വദേശിനി ഷഹർബാനയും ചക്കരക്കൽ സ്വദേശിനി സൂര്യയും. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30-ന്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വിജ്ഞാപനം പുറപ്പെടുവിക്കുക നാളെ. നാമനിർദ്ദേശക പത്രിക ജൂലൈ 4 മുതൽ 11 വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ ജൂലൈ 31-ന് രാവിലെ 10 മണിക്ക്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുക പുതിയ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റം. വയനാട് കളക്ടർ രേണുരാജിനെ ST വകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറ്റി. രേണുരാജിന് പകരം DR മേഘശ്രീ വയനാട് കളക്ടറായി ചുമതലയേൽക്കും. ഡോക്ടർ അദീല അബ്ദുള്ള കൃഷി വകുപ്പ് ഡയറക്ടറാകും. B. അബ്ദുൽ നാസറാണ് പുതിയ ഫിഷറീസ് ഡയറക്ടർ. ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനം കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിലും. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് നടപ്പാക്കുന്നത് എറണാകുളം ജംഗ്ഷൻ മുതൽ വള്ളത്തോർ നഗർ വരെയുള്ള 102.74 കിലോമീറ്റർ പാതയിൽ. കരാർ പൂർത്തിയാക്കേണ്ടത് 2 വർഷത്തിനുള്ളിൽ. കരാർ സ്വന്തമാക്കി കേരളയിലും റെയിൽ വികാസ് നിഗവും. പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത് 156.47 കോടി രൂപയുടെ ചെലവ്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യുവ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനൊരുങ്ങി CPIM. DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെ പരിഗണിച്ചേക്കും. വസീഫിനോട് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശം എന്നും സൂചന. കൊച്ചിയിൽ ടാങ്കർ ലോറി വഴി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് സെസ് ഏർപ്പെടുത്തുവാൻ ഭൂഗർഭ ജലവകുപ്പ് നീക്കം. 1000 ലിറ്ററിന് 20 മുതൽ 30 രൂപ വരെ സെസ്സായി ഈടാക്കിയേക്കും. കുടിവെള്ള സ്രോതസ്സുകളിൽ മീറ്റർ സ്ഥാപിക്കുന്നതടക്കമുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചു. ഏലൂർ FACTയുടെ ഗ്രൗണ്ടിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചു. പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സവും ആരോഗ്യ പ്രശ്നങ്ങളും. കത്തിച്ചത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച സെറ്റ്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലെ വിവിധ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്ന് പരാതി. വളർത്തുമൃഗങ്ങൾക്ക് ചികിത്സ നൽകുവാൻ കർഷകർ ആശുപത്രികളിൽ എത്തിയ ശേഷം നിരാശയോടെ മടങ്ങുന്ന അവസ്ഥ. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് പകരം ഡോക്ടർമാരെ നിയമിക്കാത്തത് പ്രതിസന്ധിക്ക് കാരണം. റബ്ബർ വില ഉയർന്നിട്ടും ഗുണം ലഭിക്കാതെ കർഷകർ. മഴയെ തുടർന്ന് ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞതോടെ കർഷകർക്ക് വില വർധനവിന്റെ ഗുണം ലഭിക്കാതായി. അടിസ്ഥാന വില 200 ആക്കി ഉയർത്തണമെന്ന ആവശ്യം. കോട്ടയം ജില്ലയിലെ മൃഗാശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. മരുന്നുകൾക്കായി സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയെന്ന് പരാതി. പ്രതിസന്ധിക്ക് കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ആശുപത്രികളിൽ മരുന്ന് എത്തിക്കണമെന്ന തീരുമാനം കൃത്യമായി നടപ്പിലാക്കാത്തത്. കായംകുളത്ത് 30 ലക്ഷം രൂപയുടെ ലഹരി പിടിച്ചെടുത്തു. കായംകുളത്ത് ദേശീയപാതയിൽ നടത്തിയ തെരച്ചിലിലാണ് ലഹരി ഉത്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ലോറിയിൽ കടത്താൻ ശ്രമിച്ച 94 ചാക്ക് ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. പാലക്കാട് സ്വദേശികളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു തെരച്ചിൽ. ഷറഫുദ്ദീൻ, ഹംസ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. 3 മാസത്തിനിടയിൽ 200 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ പിടിച്ചെടുത്തത്. കായംകുളം SI രതീഷ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് ഹൈബ്രിഡ് ലഹരിയായ തായ് ഗോൾഡ് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതി മുംബൈയിൽ പിടിയിൽ. കണ്ണൂർ സ്വദേശി മുഹമ്മദ് റാഷിദ് പിടിയിലായത് ദുബൈയിലേക്ക് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെ. അറസ്റ്റ് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിലെത്തി കഞ്ചാവ് കടത്ത് സംഘത്തിലെ പ്രധാനിയെ പിടികൂടി കേരള പോലീസ്. പിടിയിലായത് ഒഡീഷ സ്വദേശി നവകിഷോർ പ്രധാൻ. ഒഡീഷയിൽ കഞ്ചാവ് കൃഷി നടത്തി കേരളത്തിലേക്ക് എത്തിക്കുന്നത് പതിവ് രീതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ പരാജയത്തിന് പിന്നിലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത് BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലൈ. 3 മാസത്തെ അവധിയെടുക്കുന്നത് UK-യിൽ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ. സെപ്റ്റംബർ പകുതിയോടെ ആരംഭിച്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഫെലോഷിപ്പ്. മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിൽ സിക്ക വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നിരന്തര ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ. ഗർഭിണികളെ പരിശോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച നിരീക്ഷിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തടവുകാരന് ചികിത്സ നിഷേധിച്ചതിൽ മണിപ്പൂർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കുകി വിഭാഗത്തിൽ നിന്നുള്ളയാളായതുകൊണ്ടാണോ ചികിത്സ നിഷേധിച്ചതെന്ന് കോടതി. തടവുകാരന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കുവാനും റിപ്പോർട്ട് ഗുരുതരമെങ്കിൽ സംസ്ഥാന സർക്കാർ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. മണിപ്പൂർ സർക്കാരിനെ വിശ്വാസമില്ലെന്നും അവധിക്കാല ബെഞ്ചിന്റെ പരാമർശം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ നടി പവിത്ര ഗൌഡയെ മേക്കപ്പ് ഇടാൻ അനുവദിച്ചു. വനിതാ ഇൻസ്പെക്ടർക്ക് നോട്ടീസ് നൽകി കർണാടക പോലീസ്. SIക്ക് നോട്ടീസ് നൽകി വിശദീകരണം തേടി DCP ഓഫീസ്. പോലീസ് നടപടി കേസന്വേഷണത്തിനായി തെളിവെടുപ്പിന് കൊണ്ടുപോയ ദൃശ്യങ്ങളിൽ മേക്കപ്പ് ചെയ്ത പവിത്രയെ കണ്ടത് വൈറലായതോടെ. മധ്യപ്രദേശിലെ ഗ്വാളിയാർ മൃഗശാലയിൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ദുർഗി എന്ന പെൺകടുവ. ഇതോടെ മൃഗശാലയിലെ കടുവകളുടെ എണ്ണം 9ആയി. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ദുർഗയും കുഞ്ഞുങ്ങളും നിരീക്ഷണത്തിലെന്ന മൃഗശാല ഔദ്യോഗിക വക്താവ്. അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നൽകിയ ആളുകളുടെ കണക്ക് പുറത്തുവിടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വ്യക്തമായ മറുപടി നൽകാതെ കണക്കുകൾ മറച്ചുപിടിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം കൊച്ചി സ്വദേശി സമർപ്പിച്ച അപേക്ഷയിൽ. കണക്ക് ചോദിച്ചാൽ സാങ്കേതികത്വം പറഞ്ഞ് ഉത്തരം നൽകില്ലെന്നും ആരോപണം. ഹത്രസ് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ചൈന, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതായി രാജ്യങ്ങളുടെ പ്രതിനിധികൾ. അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ലക്ഷദ്വീപ് പണ്ടാരം ഭൂമി വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. കവരത്തി, ആന്ത്രോത്ത് ദ്വീപുകളിൽ ഉദ്യോഗസ്ഥർ മടങ്ങി. ഭരണകൂടം പണ്ടാരഭൂമിയിൽ നടപടി തുടരുന്നത് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ. ലോക്സഭയിൽ നാടകീയ രംഗങ്ങൾ. നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ പ്രസംഗത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷ MP-മാർക്ക് 1 ഗ്ലാസ് വെള്ളം നീട്ടി പ്രധാനമന്ത്രി മോദി. കോൺഗ്രസ് MP മാണിക്യം ടാഗോറിന് നീട്ടിയ വെള്ളം അദ്ദേഹം നിരസിച്ചെങ്കിലും ഹൈബി ഈഡൻ MP അത് വാങ്ങിക്കുടിച്ചു. 2 മണിക്കൂറിലധികം നേരം മോദിയുടെ പ്രസംഗം നീണ്ടിരുന്നു. അരുണാചൽ പ്രദേശിൽ അതിരൂക്ഷമായി തുടർന്ന വെള്ളപ്പൊക്കം. 60,000-ത്തിലധികം പേർ ദുരിതത്തിൽ. ഭൂരിഭാഗം നദികളും പോഷക നദികളും അപകടരേഖയ്ക്ക് മുകളിൽ. ഗുരുതര സാഹചര്യമെന്നും പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ രൂക്ഷമെന്നും അധികൃതർ. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി സർക്കാർ. കനത്ത മഴയ്ക്ക് പിന്നാലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞ അസം. 38 കടന്ന് മഴക്കെടുതി മരണം.
11.5 ലക്ഷം ജനങ്ങൾ ദുരിതത്തിൽ. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിൽ. ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ. കരകവിഞ്ഞൊഴുകി നിരവധി നദികൾ. 5 അടിയോളം വെള്ളത്തിൽ മുങ്ങി കാശിരംഗ ദേശീയോദ്യാനം. മൃഗങ്ങൾക്കും ജീവഹാനി. വികസ്വര രാജ്യങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ UN പ്രമേയം. നിർമ്മിത ബുദ്ധിയുടെ ഗുണഭോക്താക്കളാകുന്ന കാര്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം പരിഹരിക്കപ്പെടണമെന്നും അതിനായി വികസിത രാജ്യങ്ങൾ ശ്രമിക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. 123 രാജ്യങ്ങളുടെ പിന്തുണയോടെ ചൈന അവതരിപ്പിച്ച പ്രമേയത്തെ US-ഉം പിന്തുണച്ചു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച. അസ്താനയിൽ നടക്കുന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കൗൺസിൽ തലവന്മാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തി. വിമാനം വൈകിയതും തുടർന്ന് തനിക്ക് ഉറക്കം വന്നതുമാണ് ഡൊണാൾഡ് ട്രംപിനെതിരായ സംവാദത്തിലെ തന്റെ മോശം പ്രകടനത്തിന് ഇടയാക്കിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തന്റേത് ഒഴിവുകഴിവല്ലെന്നും ഇതാണ് വിശദീകരണമെന്നും ബൈഡൻ. വിശദീകരണം ട്രംപുമായുള്ള സംവാദത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനോ ട്രംപിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാനോ ബൈഡന് സാധിക്കാത്ത സാഹചര്യത്തിൽ ബ്രിട്ടനിൽ നാളെ പൊതുതെരഞ്ഞെടുപ്പ്. 2ാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുന്ന ഋഷി സുനകിന് വെല്ലുവിളി ഉയർത്തി പ്രധാന പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാമർ. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് ആരോഗ്യരംഗം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ. ദക്ഷിണ കൊറിയയെ പ്രതിനിധീകരിച്ച് സംഗീത ബാൻഡായ BTSലെ സംഘാംഗം ജിൻ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപിക്കുകയെന്നുമെന്ന് റിപ്പോർട്ടുകൾ. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ജിൻ ഉടൻ തന്നെ പാരീസിലേക്ക് തിരിക്കുമെന്നും വിവരം. ജിന്നിനെ കൂടാതെ ദീപിക്കുകയെത്തുക പ്രമുഖ കായിക താരങ്ങൾ, ബഹിരാകാശ സഞ്ചാരികൾ ഉൾപ്പെടെ 11,000-ഓളം പേർ. പാരീസ് ഒളിമ്പിക്സ് നടക്കുക ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 11 വരെ. ഗാസയിലെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളിൽ ത്വക്ക് രോഗങ്ങൾ പടരുന്നതായി റിപ്പോർട്ട്. കുട്ടികൾക്കിടയിൽ പടരുന്നത് ചിരങ്ങ്, ചൊറി മുതൽ ചിക്കൻ പോക്സ് വരെ. രോഗം പടരുന്നത് മലിനമായ ജലം, വൃത്തിയുള്ള ശുചിമുറികളില്ലാത്തത്, സാനിറ്ററി ഉൽപ്പന്നങ്ങളോ മറ്റ് അവശ്യ വസ്തുക്കളോ ലഭ്യമല്ലാത്തതിനാൽ, വ്യക്തി ശുചിത്വത്തിനുള്ള സാഹചര്യമില്ലാത്തത് എന്നീ കാരണങ്ങളാൽ. ആവശ്യമായ മരുന്നുകളോ ഭക്ഷണമോ ലഭ്യമല്ലാത്തതും രോഗത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതായും കണക്കുകൾ. ഇന്ത്യൻ അമേരിക്കൻ വ്യവസായം ഔട്ട്കം ഹെൽത്തിന്റെ സഹസ്ഥാപകനുമായ ഋഷി ഷായ്ക്ക് 7.5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് US കോടതി. 8,300 കോടി രൂപയുടെ തട്ടിപ്പിൽ നിക്ഷേപിച്ചവരിൽ ഗോൾഡ്സ്മാൻ സാഷ് ഗ്രൂപ്പും ഗൂഗിൾ മാതൃസ്ഥാപനമായ ആൽഫബെറ്റും കമ്പനി സഹസ്ഥാപകയായ ശ്രദ്ധ അഗർവാളിനും CEO ബ്രാൻഡ് പാഡ്രിനും US കോടതി തടവ് ശിക്ഷ വിധിച്ചു. കമ്പനിയുടെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള കണക്ക് പുറത്തുവിട്ടത് വാൾ സ്ട്രീറ്റ് ജേണൽ.
അമേരിക്ക വെനസ്വേല ശീതയുദ്ധം ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ഫലം കാണുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഈ മാസം 10 മുതൽ പുനരാരംഭിക്കുമെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോ. തീരുമാനം ഈ മാസം അവസാനം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. ആരോഗ്യമേഖലയിൽ ഗവേഷണ സൗകര്യങ്ങളുമായി ഖത്തറിൽ പുതിയ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഹാർവർഡ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിൽ 250 ബെഡ് സൗകര്യങ്ങളുമായി. ആശുപത്രിയുടെ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി മികച്ച ചികിത്സയോടൊപ്പം ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി. റെക്കോർഡ് ലാഭവുമായി ഖത്തർ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ്. ലാഭം 1.39 ലക്ഷം കോടി രൂപ. 27 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ലാഭമെന്ന് ഖത്തർ എയർവേസ്. ആകെ വരുമാനം 81,000 കോടി റിയാൽ. ആദ്യ ഭ്രമണം പൂർത്തിയാക്കി ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പോയിന്റിലെ ഭ്രമണം പൂർത്തിയാക്കിയത് 178 ദിവസങ്ങൾ കൊണ്ട്. പേടകം ഉദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇനിയും സാധ്യതയുണ്ടെന്ന് ISRO. ആദിത്യ 2ാം ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. എല്ലുകളെ നശിപ്പിക്കുന്ന രോഗമായ ഓസ്റ്റിയോപൊറോസിസ് കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കണ്ടുപിടുത്തവുമായി അമേരിക്കയിലെ ട്യൂലർ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ 40 വയസ്സിന് മുകളിലുള്ള 8000-ഓളം ആളുകളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് അൽഗോരിതം സൃഷ്ടിച്ചു. ട്വിറ്ററിനെ വെല്ലുവിളിച്ചെത്തിയ ഇന്ത്യൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ടപ്പ് കൂ അടച്ചുപൂട്ടുന്നു. 2020-21 കാലഘട്ടത്തിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂ ജനശ്രദ്ധ നേടിയത്. വൻകിട ടെക് കമ്പനികൾക്ക് നൽകുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ആരും ഏറ്റെടുക്കുവാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് കമ്പനി അടച്ചുപൂട്ടാനൊരുങ്ങുന്നത്. ആഭ്യന്തര സൂചികകൾ ഇന്ന് വ്യാപാരം ആരംഭിച്ചത് പുത്തൻ റെക്കോർഡിൽ. സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 80,000 പോയിന്റ് കടന്നു. നിഫ്റ്റി എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ആഗോള വിപണികളിലെ മികച്ച വ്യാപാരം ആഭ്യന്തര വിപണിക്ക് കരുത്തേകി. ഹീറോ മോട്ടോർ കോർപ്പിന്റെ സ്ഥാപകൻ ഡോക്ടർ ബ്രിഡ്ജ് മോഹൻലാൽ മുഞ്ചാലിന്റെ 101ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുത്തൻ ബൈക്ക് പുറത്തിറക്കി ഹീറോ. കരിഷ്മ XMR-നെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേക ലിമിറ്റഡ് എഡിഷൻ ബൈക്ക് സെന്റിനയിൽ പുറത്തിറക്കുന്നത്. കരിഷ്മയ്ക്ക് സമാനമായി കാർബൺ ഫൈബർ ബോഡിയും ഹാഫ് ഫെയറിംഗും ബൈക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈക്കിന്റെ 100 പതിപ്പുകൾ മാത്രമാണ് കമ്പനി വിപണിയിലിറക്കുന്നത്. കമ്പനി ജീവനക്കാർക്കും ബിസിനസ് പങ്കാളികൾക്കും മാത്രമായിരിക്കും വണ്ടി ലേലം ചെയ്യുന്നത്. ലേലത്തുക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ച് മഹീന്ദ്രയുടെ ഫ്യൂച്ചറിസ്റ്റിക് ഇലക്ട്രിക് SUV. മഹീന്ദ്ര XUV E8ന്റെ ടെസ്റ്റ് പതിപ്പാണ് മുംബൈയിൽ പരീക്ഷണം ആരംഭിച്ചത്. പുത്തൻ വണ്ടി എത്തുന്നത് മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ XUV 700ന്റെ സമാനമായ രൂപത്തിൽ. വണ്ടിയുടെ ഇന്റീരിയറുകളിൽ ടാറ്റ സഫാരിയുടെ സ്പോക്ക് സ്റ്റിയറിംഗിനെ അനുകരിച്ചുള്ള പുത്തൻ പരീക്ഷണം. iOS
18 അപ്ഡേറ്റിൽ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഫീച്ചറുകൾ പ്രഖ്യാപിച്ച് ആപ്പിൾ. അപ്ഡേറ്റിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ അധിക ഫീച്ചറുകളും ഭാഷാ പിന്തുണയും. മലയാളം ഉൾപ്പെടെയുള്ള 9 ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കാൻ സിറി. iPhone 16-നായി സാംസങ്ങിന്റെ ഇമേജ് സെൻസറുകളിൽ പരീക്ഷണം ആരംഭിച്ച ആപ്പിൾ. തീരുമാനം സോണി സെൻസറുകൾ നൽകുന്നതിൽ കാലതാമസം നേരിട്ടതോടെ. iPhone 16 ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് വെളിച്ചക്കുറവിലും മികച്ച ചിത്രങ്ങൾ പകർത്തുന്ന രീതിയിലുമെന്ന് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം ആപ്പിളിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവുമുണ്ടെന്ന് കമ്പനി. iPhone 10-നെ വിന്റേജ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ആപ്പിൾ. ഫസ്റ്റ് ജനറേഷൻ ഹോം പാഡും എയർപോഡും ഇനി വിന്റേജ് മോഡലുകൾ. ആപ്പിൾ വിന്റേജായി തരംതിരിക്കുന്നത് വിൽപ്പന നിർത്തി 5 വർഷത്തിലേറെയായ ഉപകരണങ്ങൾ. ഓഗസ്റ്റ് 15-ന് അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങി മഹീന്ദ്ര ഥാർ 5 ഡോർ. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഡീലർമാരിൽ നിന്നും ബുക്കിംഗ് ആരംഭിച്ചു. പ്രതിമാസം 5000 മുതൽ 6000 യൂണിറ്റ് ഥാർ 5 ഡോർ ഉത്പാദിപ്പിക്കുമെന്ന് കമ്പനി. പുത്തൻ ഥാർ എത്തുന്നത് എൻട്രി ലെവലിൽ 1.5 ലിറ്റർ ഡീസൽ, 2 ലിറ്റർ ടർബോ പെട്രോൾ, 2.2 ലിറ്റർ ടർബോ ഡീസൽ എന്നിങ്ങനെ 3 ഓപ്ഷനുകളിൽ. മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷനുകളിലും വണ്ടി ലഭ്യമാകും. ഓഫ് റോഡ് പെർഫോമൻസിനായി ഫ്രീക്വൻസി അടിസ്ഥാനമാക്കിയുള്ള ഡാമ്പറുകളുള്ള 5 ലിങ്കുകളും ഉണ്ടായിരിക്കും. വണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വരാനിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് SUV ലാഡർ ഫ്രെയിം ഷാസിയിൽ. ഇറ്റലിയിൽ ഫെരാരി EV കാറിന്റെ റോഡ് ടെസ്റ്റ് ആരംഭിച്ചു. അടുത്ത വർഷം ആദ്യത്തോടെയായിരിക്കും ഫെരാരിയുടെ ആദ്യ EV പുറത്തിറങ്ങുന്നത്. വണ്ടിക്ക് ഏകദേശം 4.17 കോടിയോളം രൂപയായിരിക്കും വില. 4 ചക്രങ്ങളിലും മോട്ടോറുകളിലുമുള്ള ഡബിൾ സീറ്റ് കാറുകളാണ് പുറത്തിറക്കുന്നത്. പുതിയ ഫെരാരി നിർമ്മിക്കുന്നത് മാർനെല്ലോയിലെ അത്യാധുനിക പ്ലാന്റിൽ. ഇലക്ട്രിക് വാഹനങ്ങൾ, ഹൈബ്രിഡുകൾ, ഇന്റേണൽ കമ്പാഷൻ എഞ്ചിൻ കാറുകൾ എന്നിവ നിർമ്മിക്കുന്ന ഫാക്ടറിയിലായതിനാൽ ഫെരാരിയുടെ വാർഷിക ഉൽപ്പാദനം ഏകദേശം 20,000 യൂണിറ്റായി ഉയർത്തുമെന്ന് പ്രതീക്ഷ. ഈ സാമ്പത്തിക വർഷം തന്നെ 3 SUVകൾ കൂടി പുറത്തിറക്കാനൊരുങ്ങിയ ടാറ്റ കർവ്, ടാറ്റ നെക്സോൺ CNG, ടാറ്റ ഹാരിയർ EV എന്നിവയാണ് ടാറ്റ ലോഞ്ച് ചെയ്യുന്നത്. 2024-ൽ നടന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ 3 വണ്ടികളും അവതരിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 3 വണ്ടികളും ഈ സാമ്പത്തിക വർഷം തന്നെ പുറത്തിറക്കാൻ കമ്പനി തീരുമാനിച്ചത്. പുത്തൻ വണ്ടികളിൽ നിരവധി ഫീച്ചറുകളും കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന്. അഭിനയ മേഖലയിലെ മികവിനാണ് പുരസ്കാരം. ഓഗസ്റ്റ് 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജോക്കർ ചിത്രത്തിന്റെ 2ാം ഭാഗം ജോക്കർ ഫോളി അഡ്യൂബിന്റെ ആഗോള റിലീസ് ഒക്ടോബർ 2-ന്. ടോഡ് ഫിലിപ്സ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വാക്വിൻ ഫീനിക്സ്, ലേഡി ഗാഗ എന്നിവർ. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 20 മിനിറ്റ്. ബോളിവുഡ് നടൻ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് തട്ടിപ്പ്. 50 ലക്ഷം കവർന്നതായാണ് ആരോപണം. തട്ടിപ്പിനിരയായത് മിനു വാസുദേവൻ എന്ന വ്യക്തി. സിദ്ധാർത്ഥിന്റെ സുരക്ഷയ്ക്കാവശ്യമായ തുക ആരാധകർ നൽകണമെന്നാവശ്യപ്പെട്ട് പലരിൽ നിന്നും പണം തട്ടിയെന്നും ആരോപിച്ച മിനു വാസുദേവൻ.
പാരീസ് ഒളിമ്പിക്സിനുള്ള അർജന്റീന ടീമിൽ ലിയോണൽ മെസ്സി കളിക്കില്ല. ആൽവരസും ഓട്ടോമെന്റിയും ടീമിൽ. അർജന്റീനയുടെ ആദ്യ മത്സരം ഈ മാസം 24-ന് മൊറോക്കോയ്ക്കെതിരെ. ഇറാഖും യുക്രൈനും ഗ്രൂപ്പ് ബിയിലെ മറ്റ് ടീമുകൾ. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ കൊളംബിയ പോരാട്ടം സമനിലയിൽ. ബ്രസീൽ സമനില വഴങ്ങിയത് റഫീഞ്ഞയുടെ ഗോളിൽ മുന്നിലെത്തിയ ശേഷം. ക്വാർട്ടറിൽ കൊളംബിയ പനാമയെയും ബ്രസീൽ യുറുഗ്വായെയും നേരിടും. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിന് ഒരുങ്ങുന്ന ബ്രസീലിന് തിരിച്ചടി. സസ്പെൻഷൻ ലഭിച്ച സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന് യുറുഗ്വായ്ക്കെതിരെ ക്വാർട്ടർ നഷ്ടമാകും. വിനീഷ്യസിന് പരാഗ്വേയ്ക്ക് പിന്നാലെ കൊളംബിയയ്ക്കെതിരെയും മഞ്ഞക്കാർഡ് ലഭിച്ചത് വിനയായി. വിംബിൾഡണിൽ വൻ അട്ടിമറി. നിലവിലെ വനിതാ ചാമ്പ്യൻ മാർക്കറ്റ വോൺഡ്രൂസോവ പുറത്ത്. ആദ്യ റൗണ്ടിൽ സ്പാനിഷ് താരത്തോട് തോറ്റു. IPL ടീമുകളിൽ കൂടുതൽ താരങ്ങളെ നിലനിർത്തുവാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഫ്രാഞ്ചൈസികൾ. താരലേലത്തിന് മുൻപ് 5 മുതൽ 7 വരെ താരങ്ങളെ നിലനിർത്തുവാൻ അനുവാദം വേണമെന്ന ആവശ്യം. അന്തിമ തീരുമാനം ഈ മാസം അവസാനത്തോടെ. നിലവിൽ അനുമതി 4 താരങ്ങളെ നിലനിർത്താൻ. ക്യാമ്പിനൊരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. 5 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 31 താരങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കും. പുതിയ പരിശീലകൻ മിഖേൽ സ്റ്റാറെ തായ്ലൻഡിൽ ചുമതല ഏറ്റെടുക്കും. 26-ന് തുടങ്ങുന്ന ഡ്യൂറന്റ് കപ്പ് സീസണിൽ ടീമിന്റെ ആദ്യ ടൂർണമെന്റ്. പാരീസ് ഡയമണ്ട് ലീഗിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തയിൽ പ്രതികരണവുമായി ഒളിമ്പ്യൻ നീരജ് ചോപ്ര. ഡയമണ്ട് ലീഗ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആലോചിച്ചിരുന്നില്ലെന്ന താരം. ഒളിമ്പിക്സ് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും നീരജ് ചോപ്ര. വിശദീകരണം: 7-ന് തുടങ്ങുന്ന മത്സരത്തിൽ നിന്ന് നീരജ് പിന്മാറിയെന്ന വാർത്തകൾക്ക് പിന്നാലെ. ഇത് തന്റെ അവസാന യൂറോ കപ്പ് എന്ന് പ്രഖ്യാപിച്ച് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. റോണോയുടെ പ്രഖ്യാപനം പോർച്ചുഗീസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ. ദുഃഖമില്ലെന്നും ഫുട്ബോളിനൊപ്പം എക്കാലവും തുടരുമെന്നും റൊണാൾഡോ. AC മിലാൻ മുൻ പരിശീലകൻ സ്റ്റെഫാനോ പിയോളി സൗദി അറേബ്യയിൽ. അൽ ഇത്തിഹാദുമായി കരാർ ഒപ്പിട്ടു. പിയോളി സൗദി അറേബ്യയിലേക്ക് പോകുന്നത് 3 വർഷത്തെ കരാറിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കറാസ് 3-ാം റൗണ്ടിൽ ഓസ്ട്രേലിയൻ താരം അലക്സാണ്ടറിനെ തോൽപ്പിച്ചു. ജയം 3 സെറ്റ് നീണ്ട മത്സരത്തിൽ.